കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. അപ്പോൾ നമ്മൾ അടുത്ത ശ്ലോകം, അഞ്ചാമത്തെ ശ്ലോകം ഈ സ്തുതിയിലെ ദേവന്മാരുടെ സ്തുതി, അതായത് അല്ലെങ്കിൽ ശക്രസ്തുതി അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ സ്തുതി എന്ന് പറയാം. ദേവന്മാരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇന്ദ്രൻ ചെയ്യുന്ന സ്തുതി അല്ലേ. അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം. യാ ശ്രീ സ്വയം സുഹൃദിനം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനം കൃതധിയം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സതാം ഹൃദി കുലജനപ്രഭവസ്യ ലജ്ജാ താം ത്വാം നതാ സ്മ പരിപാലയ ദേവി വിശ്വം. നമുക്ക് വാക്കിൻ്റെ അർത്ഥം നോക്കാം. യാ ഏതൊരു ദേവി അല്ലെങ്കിൽ യാതൊരു ദേവി സുഹൃതിനാം ഭവനേഷു ശ്രീഹി, അതായത് ഞാൻ ആദ്യം ആ വാക്കിൻ്റെ അർത്ഥം മാത്രം പറയാം കേട്ടോ, എന്നിട്ട് നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. സുഹൃതിനാം ഭവനേഷു ശ്രീഹി, സുഹൃതികളുടെ ഗൃഹങ്ങളിൽ ശ്രീ അഥവാ ഐശ്വര്യ സ്വരൂപിണിയും. ഏതൊരു ദേവി സുഹൃതികളുടെ ഗൃഹങ്ങളിൽ ഐശ്വര്യ സ്വരൂപിണിയും. പാപാത്മനാം ഭവനേഷു അലക്ഷ്മീഹി, പാപികളുടെ ഭവനങ്ങളിൽ അലക്ഷ്മിയായി, അല്ലെങ്കിൽ നമ്മൾ ചേട്ടാ ഭഗവതി എന്നൊക്കെ പറയുമല്ലോ, ജ്യേഷ്ഠ ഭഗവതിയാണ് ശരിക്കും. നമ്മൾ ലക്ഷ്മിയുടെ വിപരീതമായിട്ടുള്ളതാണോ ജ്യേഷ്ഠ ഭഗവതി. ജ്യേഷ്ഠ ഭഗവതിയായും അല്ലെങ്കിൽ അലക്ഷ്മിയായും. കൃതധിയാം ഭുവനേഷു ബുദ്ധി, ഈ വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ ഉള്ളിൽ ബുദ്ധിസ്വരൂപിണിയായും. സതാം ശ്രദ്ധ, സജ്ജനങ്ങളുടെ അല്ലെങ്കിൽ സാത്വികന്മാരുടെ ഹൃദയങ്ങളിൽ ശ്രദ്ധാരൂപിണിയായും. കുലജനപ്രഭവസ്യ ലജ്ജ, നല്ല കുലങ്ങളിൽ ജനിക്കാൻ ഭാഗ്യമുള്ളവരുടെ ഉള്ളിൽ ലജ്ജാസ്വരൂപിണിയായും ഭവിക്കുന്നുവോ. തം ത്വാം, ആ ദേവിയെ നതാ സ്മ, ഞങ്ങൾ നമസ്കരിക്കുന്നു. ദേവി വിശ്വം പരിപാലയ. ഇങ്ങനെ പലതരത്തിലാണല്ലോ വിശ്വത്തിലെ ആൾക്കാർ, സുഹൃതികളും പാപികളും പണ്ഡിതന്മാരും സജ്ജനങ്ങളും വലിയ കുലങ്ങളിൽ ജനിച്ചവരും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരെയും പരിപാലിക്കണം എന്ന് പറയുകയാണ്. ഓരോരുത്തരിലും ദേവി ഓരോ രൂപത്തിലാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് പറയുമ്പോൾ എന്താണെന്നറിയോ, ഈ ദേവിയുടെ സാകാരമായിട്ടുള്ള രൂപം, അതായത് നിരാകാരമല്ല, അത് നിരാകാരം വെച്ചാൽ ബ്രഹ്മം. എന്തെങ്കിലും ഒരു ഷെയ്പ്പ് അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടല്ലോ, സഗുണസ്വരൂപം ഒരു തരത്തിലല്ല ഉള്ളൂ. പല സന്ദർഭങ്ങളിൽ പല ചുറ്റുപാടുകളിൽ ദേവിയുടെ ശക്തി പല രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് സുഹൃതികൾ എന്ന് പറഞ്ഞല്ലോ. സുഹൃതിച്ച എന്താ വെച്ചാൽ പൂർവജന്മ സുഹൃതം കൊണ്ട് നല്ല മനസ്സുള്ള സദ്ഗുണങ്ങളൊക്കെ തികഞ്ഞവരുടെ ഗൃഹങ്ങളിൽ, അതായത് അങ്ങനെ ജനിക്കാൻ ഭാഗ്യമുണ്ടായവർ, ഒന്നും നമ്മുടെ കേമത്തല്ല, അതാണ് സുഹൃതികൾ എന്ന് പറഞ്ഞാൽ പൂർവജന്മ സുഹൃതം കൊണ്ട് നല്ല മനസ്സും സദ്ഗുണങ്ങളും തികഞ്ഞ ആൾക്കാർ ഈ ജന്മം അങ്ങനെ ജനിക്കുക. അങ്ങനെയുള്ള സുഹൃതികളുടെ ഗൃഹങ്ങളിൽ ഭഗവതി ഐശ്വര്യ സ്വരൂപിണി എന്ന് പറയാം, ലക്ഷ്മി സ്വരൂപിണി എന്ന് പറയാം. അതായത് നന്മയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ട് ഭഗവതി ഉണ്ട് അവിടെ. ഐശ്വര്യം എന്ന് പറയുമ്പോൾ മുഴുവൻ സമ്പത്തെന്ന് വിചാരിക്കേണ്ട കേട്ടോ. സമ്പത്ത് മാത്രമൊന്നുമല്ല ഐശ്വര്യം, അതായത് സന്തോഷം, കണ്ടെൻറ്റ്മെൻറ്റ്, തൃപ്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ തൃപ്തി സ്വരൂപിണി തന്നെ പറയാം. കാരണം കുറച്ചുണ്ടെങ്കിൽ നല്ല സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ സജ്ജനങ്ങളുടെ ഭവനങ്ങളിൽ നമുക്ക് പറയാം ഐശ്വര്യ സ്വരൂപിണി അല്ലെങ്കിൽ ലക്ഷ്മി സ്വരൂപിണിയായിട്ട് വാഴണു പറയാം. ഇനി അതായത് ലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ എല്ലാ നന്മകളുണ്ടാവും എന്ന് പറഞ്ഞാൽ സമ്പത്ത് മാത്രമല്ല കേട്ടോ. അതായത് കാമക്രോധ ലോഭ മതമോഹ മാത്സര്യങ്ങളുടെ
ആ ഒരു എന്താ പറയുക പ്രസരം സജ്ജനങ്ങളുടെ ഭവനങ്ങളിൽ വളരെ കുറവാകും. അപ്പം തന്നെ ശാന്തി സമാധാനം ഉണ്ടല്ലോ അല്ലേ. അപ്പം അത് നമ്മൾ വെറുതെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ സമ്പത്തെന്ന് വിചാരിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയല്ല, കണ്ടെയ്ൻമെൻറ്റാണ്, തൃപ്തി. അപ്പം അങ്ങനത്തെ സജ്ജനങ്ങളുടെ ലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ എന്താ ഉണ്ടാവുക? കാമക്രോധ ലോഭമത മോഹ മാത്സര്യാദികളായിട്ടുള്ള ഷഡ്വൈരികളുടെ പ്രഭാവം അവരുടെ മനസ്സിൽ വളരെ കുറവാവും. അപ്പം ശാന്തി സമാധാനം ഉണ്ടാവും. അതാണിതിൽ, അങ്ങനെയാണ് ഇതിൽ ശരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാത്തടത്തൊക്കെ ആരാ ഉള്ളത്? ലക്ഷ്മി ദേവി ഉള്ളിടത്ത് ലക്ഷ്മി ദേവി മാത്രമേ ഉള്ളൂ. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലാത്തടത്താണ് നമ്മുടെ ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ അലക്ഷ്മിയുടെ വിളയാട്ടം. അലക്ഷ്മി രൂപിണിയായിട്ടുള്ള ദേവി എവിടെ ഉണ്ടാവുക? പാപികളുടെ ഭവനങ്ങളിൽ. ഈ പാപികളും അതേട്ടോ, ആരുടെയും കുറ്റം കൊണ്ടല്ല. എന്താ അറിയോ, ആരാ പാപികളെ ചോദിച്ചാൽ പൂർവജന്മങ്ങളിലെ, അത് പ്രത്യേകം നമ്മൾ അറിയണം. നമുക്ക് കേമത്തെ ഒന്നിനും ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റില്ല. പാപിയായി ജനിക്കണേനും നമുക്കവരെ മോശമായിട്ട് കാണാൻ പറ്റില്ല. സുഹൃതിയായി ജനിച്ചവരെയും യാതൊരു കേമത്വം, അതൊക്കെ പൂർവ്വജന്മത്തിലത്തെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയണത്. എന്താണ് പാപി? ആരാണ് പാപി? പൂർവജന്മങ്ങളുടെ ചെയ്ത പാപകർമ്മങ്ങൾ, പരിഭാഗം വന്നത്, അതായത് മെച്യൂർഡായിട്ടുള്ള പരിഭാഗം വന്ന പാപകർമ്മങ്ങളെ അനുഭവിച്ച് തീർക്കാൻ ശരീരമെടുത്തവരാണ് പാപികൾ. അപ്പം നമുക്കൊരിക്കലും അങ്ങനെ പാപം ചെയ്യണവരോട് ദേഷ്യമോ അവജ്ഞയോ ഒന്നും ശരിക്കും പാടില്ല. കാരണം പൂർവജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളെ പരിഭാഗം വന്നത്, ആ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി ശരീരങ്ങളെടുത്തവരാണ്. അവിടെ ലക്ഷ്മി ഇല്ല. പാപം ചെയ്തിട്ട് ജനിച്ചതല്ലേ. അപ്പം നേരെ വിപരീതമാണ്, അലക്ഷ്മിയാണ്. ഈ പാപികളുടെ ഭവനങ്ങളിൽ ദാരിദ്ര്യം, കലഹം, ദാരിദ്ര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവാം. കലഹം, ധനനാശം, പുത്രനാശം, അശാന്തി, കാമക്രോധ ലോഭമത മോഹ മാത്സര്യങ്ങൾ ആ മനസ്സുകളിൽ വിളയാടും. അതുകൊണ്ടാണതൊക്കെ. അതായത് നമുക്ക് ആലോചിച്ച അത്ഭുതമാണ്. ഇതും ദേവിയുടെ മറ്റൊരു രൂപമാണെന്നാണ് പറയണത്. ലക്ഷ്മി സ്വരൂപിണിയും അലക്ഷ്മി സ്വരൂപിണി അല്ലെങ്കിൽ ജ്യേഷ്ഠാഭഗവതിയും ശ്രീഭഗവതിയും ചേട്ടാഭഗവതിയും രണ്ടും ഭഗവതി തന്നെയാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ എന്നാണ് പറയണം കേട്ടോ. ഇനി വേദവിത്തുക്കളുടെ ഉള്ളിലോ, അല്ലേ, വലിയ പണ്ഡിതന്മാരെ നല്ല അറിവുണ്ട്. ഇപ്പം ഈ മഹാവാക്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ, അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ ആരാ? ഭഗവതി ബുദ്ധിസ്വരൂപിണി. പിന്നെയോ സജ്ജനങ്ങളുടെ ഉള്ളിൽ ശ്രദ്ധാരൂപിണി. സജ്ജനങ്ങൾ പറയുമ്പോൾ ഇവിടെ മീൻ ചെയ്യണത് ഭക്തിയും ശ്രദ്ധയൊക്കെ ഉള്ളവരൊക്കെയാണ് ഈ സജ്ജനങ്ങൾ നമ്മളിവിടെ പറയണത്. അപ്പം അവരുടെ ഭവനങ്ങളിൽ ഭഗവതി ശ്രദ്ധാസ്വരൂപിണിയാണ്. അതായത് ജന്മം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കർമ്മം കൊണ്ടും ശുദ്ധിയുള്ളവരാണ്. നമ്മൾ പറയൂലോ, ഞാൻ വായിച്ചിട്ടുണ്ട് ഒരിക്കലും, മഹാത്മാ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്താത്ര അറിയോ? മനസ്സും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഉള്ളവരെയാണ് അത്ര മഹാത്മാക്കളെ പറയാൻ പാടുള്ളൂ. അതായത് മനസ്സിൽ തോന്നണത് തന്നെയാണ് അവർ പറയുള്ളൂ, പറയണത് തന്നെ പ്രവർത്തിക്കുള്ളൂ. അപ്പം അതാണ് ഇതിൽ പറയണത്. അതായത് ജന്മം കൊണ്ടും പിന്നെ വിദ്യാഭ്യാസം കൊണ്ടും കർമ്മം കൊണ്ടും മനസ്സും വാക്കും പ്രവൃത്തിയും ഒന്നായ മഹാത്മാക്കളായിട്ടുള്ള സത്തുക്കളുടെ ഉള്ളിലാണ് ശ്രദ്ധാരൂപിണി. ശ്രദ്ധ അത്ര പ്രധാനമാണ് ഭക്തിക്ക്. ശ്രദ്ധ ഇല്ലെങ്കിൽ ഭക്തി ഇല്ല. അങ്ങനെയുള്ളവരാണ് ഭക്തന്മാരാവണത്. മനസ്സും വാക്കും പ്രവൃത്തിയും ഒന്നായിട്ടുള്ളവരാണ് ഭക്തന്മാരാവണത്. അതിനെയാണ് നമ്മൾ ആസ്തിക്യ ബുദ്ധി പറയുക. ആസ്തിക്യ ബുദ്ധി ദേവി സ്വരൂപിണിയാണ് സജ്ജനങ്ങളുടെ ഉള്ളിൽ ഭഗവതി. മനസ്സിലായില്ലേ? പണ്ഡിതന്മാരുടെ മുമ്പിൽ ഉള്ളിൽ ശ്രദ്ധാസ്വരൂപിണി പറഞ്ഞില്ലേ? സജ്ജനങ്ങളുടെ ഉള്ളിൽ ആസ്തിക്യ ബുദ്ധി ദേവി സ്വരൂപിണിയാണ്. അതായത് ഭക്തി, ശ്രദ്ധ. അതായത് നല്ല ഇനി അടുത്തത് എന്താ പറയുക? നല്ല കുലത്തിൽ പിറന്നവരുടെ ഉള്ളിൽ ലജ്ജാസ്വരൂപിണിയായിട്ട്, അതായത് നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചാലേ ലോകാപവാദത്തിന്
ഭയന്നിട്ട് അവർ അധർമ്മമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പിന്നെ എന്താണ് ലോകാപവാദത്തിന് ശരിക്കും സൊസൈറ്റി പറയുന്നതിലൊന്നും അതിര് കടന്ന് ചെയ്യില്ല, അതിന് ലജ്ജയാണ്. അപ്പം ശരിക്കും ഈ ലജ്ജയുടെ അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ലോകാപവാദ ഭയം എന്നാണ് ഈ ലജ്ജയുടെ അർത്ഥം. അപ്പോൾ നല്ല കുലത്തിൽ പിറന്നവരുടെ ഉള്ളിൽ ലജ്ജാസ്വരൂപിണിയായിട്ട് ഭഗവതി വിളങ്ങുന്നു. ഇങ്ങനെ പല പല സ്വരൂപങ്ങളിൽ വിളങ്ങുന്ന ദേവിയെ മുഴുവനെ മനസ്സിലാക്കി സ്തുതിക്കാൻ ആർക്ക് കഴിയും അല്ലേ? അതായത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ദേവിയാണ്. ദേവീ ശക്തി അല്ലാതെ ഇവിടെ മറ്റൊന്നില്ല. അത് പറഞ്ഞിട്ടാണ് പിന്നെ എത്ര നല്ല സ്തുതിയാണല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് ഇതാ അടീണ പറയാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ദേവി ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിശ്വം അല്ലേ, അതായത് പാപികളും പിന്നെ സുഹൃതികളും പണ്ഡിതന്മാരും സജ്ജനങ്ങളും നല്ല കുലത്തിൽ ജനിച്ചവരും ചീത്ത കുലത്തിൽ ജനിച്ചവരും ഇങ്ങനെ എല്ലാവരുമുള്ള ഈ വിശ്വത്തിനെ മുഴുവനും ദേവി പരിപാലിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ദേവിയെ നമിക്കണു. എന്നിട്ട് ഈ വിശ്വത്തെ എങ്ങനെയുള്ള ലോകമാണെങ്കിലും അതിനെ ഇങ്ങനെ പല രൂപത്തിൽ വന്നിട്ട് എല്ലാവരെയും പരിപാലിക്കണേ എന്നൊരു നല്ല ഒരു സ്തുതിയാണത്. എത്ര നല്ല സ്തുതിയല്ലേ. അതായത് സുഹൃതാത്മക, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. സുഹൃതാത്മകമായിട്ടുള്ള ഈ ജഗത്തിനെ ലക്ഷ്മി സ്വരൂപിണിയായും പിന്നെയോ പാപാത്മകമായിട്ടുള്ളത് പറഞ്ഞില്ലേ, പാപാത്മകമായിട്ടുള്ള ഈ ലോകത്തെ, പാപാത്മകമായിട്ടുള്ള ലോകം ഉണ്ടല്ലോ ഇവിടെ നമ്മൾ കണ്ടല്ലോ, പാപാത്മകമായ ലോകത്തെ അലക്ഷ്മി സ്വരൂപിണിയായും പിന്നെയോ ആധ്യാത്മികമായ വിശ്വത്തെ, അതായത് ഈ അധ്യാത്മ തത്വങ്ങളൊക്കെ അറിയണവരെ പറഞ്ഞില്ലേ, ആധ്യാത്മികമായിട്ടുള്ള വിശ്വത്തെ ബുദ്ധിസ്വരൂപിണിയായിട്ടും പിന്നെയോ സജ്ജനങ്ങൾ സത്തുക്കൾ സത്താത്മകമായിട്ടുള്ള ഈ ജഗത്തിനെ ശ്രദ്ധ അല്ലെങ്കിൽ ആസ്തിക്യ ബുദ്ധി രൂപിണി അല്ലെങ്കിൽ ശ്രദ്ധാരൂപിണിയായും സത്കുലജന പ്രഭാവം ഉള്ള ആ ലോകത്തിനെ ലജ്ജാസ്വരൂപിണിയായിട്ടും പരിപാലിച്ചാലും, അതായത് ലോകത്തിനെ മുഴുവൻ എങ്ങനെയുള്ളതാണെങ്കിലും ഇവിടെ ദേവി മാത്രമേ ഉള്ളൂ. ലക്ഷ്മിയായിട്ടും അലക്ഷ്മിയായിട്ടും ബുദ്ധിസ്വരൂപിണിയായിട്ടും ശ്രദ്ധാസ്വരൂപിണിയായിട്ടും ലജ്ജാസ്വരൂപിണിയായിട്ടും എന്ന് വേണ്ട, ഇവിടെ ഭഗവതി അല്ലാതെ, അതിൻ്റെ അർത്ഥം എന്താ, ഭഗവതി അല്ലാതെ രണ്ടാമതൊന്നില്ല, ബ്രഹ്മം തന്നെയാണെന്ന്. അതാണ് അങ്ങനത്തെ. അപ്പം ഇങ്ങനത്തെ ഒരു ദേവിയെ ഞങ്ങളെക്കൊണ്ട് സ്തുതിക്കാൻ സാധിച്ചോ? ഇല്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ച് അടിയിണ പണിയാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അങ്ങനെ അടിയിണ പണിഞ്ഞിട്ട് ഞങ്ങളെ കാൽക്കൽ വീണിട്ട് ഇതാ പ്രാർത്ഥിക്കണു, ഈ വിശ്വത്തെ മുഴുവൻ ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിശ്വത്തെയും അങ്ങ് പരിപാലിച്ചാലും എന്നാണ്. അതാണ് പറഞ്ഞത്. നാഥാഹസ്മ, ഞങ്ങൾ നമസ്കരിക്കുന്നു, എന്നിട്ട് ദേവി വിശ്വം പരിപാലയ. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വിശ്വത്തിനെ പലതരത്തിൽ വന്ന് പരിപാലിച്ചാലും എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ നല്ലൊരു ഇതല്ലേ. അപ്പം ഞാൻ 5 വായിച്ച് നമുക്ക് 6ലേക്ക് പോവാം. യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു, സുഹൃതിക്ക് ശ്രീയായിട്ട് പിന്നെയോ അലക്ഷ്മീ പാപാത്മനം അല്ലേ, പാപാത്മനം കൃതധിയം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സതാം ഹൃദി കുലജനപ്രഭവസ്യ ലജ്ജാ താം ത്വാം നതാ സ്മ പരിപാലയ ദേവി വിശ്വം. ബ്യൂട്ടിഫുൾ പ്രെയറാണ് അല്ലേ. ഇനി 6 എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഇനി അതാണ് പറയണത് കേട്ടോ അടുത്ത ശ്ലോകത്തിൽ. ഇങ്ങനെയൊക്കെയുള്ള ദേവിയെ ഞങ്ങൾക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റുക? കിം വർണ്ണയാമ തവ രൂപമചിന്യമേ തത് കിഞ്ചാതിവീര്യമസുരക്ഷയകാരി ഭൂരി കിം ചാഹവേഷു ചരിതാനി തവാദ്ഭുതാനി സർവേഷു ദേവ്യസുരദേവഗണ ചിതേഷു. അപ്പം നമുക്ക് അർത്ഥം നോക്കാം ആദ്യം. ദേവി തവ ഏതദ് രൂപം കിം വർണ്ണയാമ, അല്ലയോ ദേവി അവിടുത്തെ ഈ രൂപം വർണ്ണിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല.
എന്താച്ചാൽ അചിന്യം, ചിന്തയ്ക്ക് അതീതാണ്, മനസ്സിന് അതീതമാണ്. ഉപനിഷത്തുകൾ പറയുന്നുണ്ടല്ലോ, ഏത് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. അതായത് ആ പരമാത്മ ശക്തിയിൽ പ്രവേശിക്കാൻ തന്നെ പറ്റാതെ മനസ്സിൻ്റെ ഒപ്പം വാക്കും ഇതാ മടങ്ങിപ്പോരുന്നു എന്ന്. അങ്ങനെയാണ്. അതായത് മനസ്സിനും വാക്കിനും അതീതാണെന്ന് ഉപനിഷത്തുകൾ തന്നെ പറയണു. എന്നാൽ എങ്ങനെയാണ് ഭഗവതിയുടെ ഈ വീര്യം, അതിവീര്യം എങ്ങനെയാ വാഴ്ത്താൻ പറ്റുമോ? ഇല്ല. തവ വീര്യം വർണ്ണയാമ കിം ചഹ. അവിടുത്തെ വീര്യം വർണ്ണിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. കാരണം അതിവീര്യാണ്, അത്ര വർണ്ണനാതീതമായിട്ടുള്ള വീര്യമാണ്. പിന്നെയോ ഒന്ന് മാത്രം പറയാം, എന്ത്? ഭൂരി അസുരക്ഷയകാരി. എത്രയോ അസുരന്മാരെ നശിപ്പിക്കുന്ന ഒന്നാണ് അവിടുത്തെ വീര്യം. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് എത്രയാണെന്ന് വർണ്ണിക്കാൻ, എങ്ങനെയാണെന്നും വർണ്ണിക്കാൻ സാധിക്കില്ല. അതായത് നമുക്ക് ഈ ദേവി ചെയ്ത യുദ്ധങ്ങൾ മുഴുവനെ പറഞ്ഞങ്ങോട്ട് സ്തുതിച്ചളയാൻ വെച്ചാൽ പറ്റുമോ? സർവേഷു ആവഹേഷു ച തവ ചരിതാനി വർണ്ണയാമാക്കിം. ഭഗവതി നടത്തിയ ഈ എല്ലാ യുദ്ധങ്ങളുടെയും എത്ര യുദ്ധങ്ങളാണ് നിശ്ചയ ഞങ്ങൾക്ക് വർണ്ണിക്കാൻ സാധിക്കുമോ? മണൽത്തരി എണ്ണണ പോലെയാണ്. എപ്പോൾ ദുഷ്ടന്മാരുണ്ടെങ്കിൽ അവരൊക്കെ സംഹരിച്ചിട്ട് എത്രയോ ദുഃഖങ്ങൾ. അപ്പം അത് മുഴുവൻ ഞങ്ങളൊക്കെ വാഴ്ത്തി, യുദ്ധചരിത്രം വാഴ്ത്തി സ്തുതിക്കാനും ഞങ്ങളെ കൊണ്ടാവില്ല. അദ്ഭുതമാണെന്ന് മാത്രം പറയാം, അത്ഭുതമായിട്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറയാം. അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അസുര ദേവഗണാർച്ചിതേഷു. അതുമാത്രമല്ല, ദേവന്മാരാലും അസുരന്മാരാലും, ദേവന്മാർ മാത്രമല്ല ദേവിയെ പാടി പുകഴ്ത്തുന്ന അസുരന്മാരും, ദേവന്മാരാലും അസുരന്മാരാലും ഒരുപോലെ പാടി പുകഴ്ത്തിയിട്ടുള്ള ആ യുദ്ധങ്ങളൊക്കെ, യുദ്ധം കഴിഞ്ഞാൽ ആ തോറ്റോരും ജയിച്ചോരും, കാരണം പലപ്പോഴും അസുരന്മാരാട്ടോ ജയിക്കുക, തോറ്റോരും ജയിച്ചോരും ഒക്കെ ഈ യുദ്ധത്തിനെ പറ്റി പറയും. അങ്ങനെ ആ യുദ്ധത്തിന് പിന്നിലുള്ള ശക്തി ദേവിയാണെന്ന് അവർക്കറിയാം, അവരെ പുകഴ്ത്തും. അതായത് ശത്രുക്കളും മിത്രങ്ങളും ദേവി ഒരുപോലെ വാഴ്ത്തി. അതായത് ദേവി ഇതിൽ അചിന്യം എന്നൊരു വാക്കുണ്ടല്ലോ. അചിന്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ രൂപത്തിലും വീര്യത്തിലും ചരിത്രത്തിലും ഒക്കെ ഒന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അതായത് മാത്രമല്ല, എന്താ അറിയോ, ദേവിയാണ്. ഇപ്പം നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, എല്ലാവരിലും ദേവിയാണേ. അസുരന്മാരിലും ദേവന്മാരിലും മനുഷ്യരിലും ഭഗവതിയുടെ അത്ഭുതമായ രൂപം ആണ് ഉള്ളത്. ഇവിടെ രണ്ടാമതൊരു ശക്തി ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് പോലും അത് സ്മരിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെയാണ്, പോസിറ്റീവിലും നെഗറ്റീവിലും എല്ലാം ദേവിയുടെ ശക്തിയാണ്. ഓരോരോ കാരണം കൊണ്ട് അങ്ങനെയാണെന്നേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് ദേവിയുടെ രൂപോ അല്ലെങ്കിൽ വീര്യോ ഒന്നും വാക്കുകളെ കൊണ്ടോ മനസ്സുകൊണ്ടോ മനസ്സുകൾ കൊണ്ട് ഞങ്ങൾക്ക് ചിന്തിക്കാനോ വാക്കുകൊണ്ട് പുകഴ്ത്താനോ സാധിക്കില്ല. ഒന്ന് മാത്രം ഞങ്ങൾക്കറിയാം, എത്രയോ ദുഷ്ടന്മാരെ നശിപ്പിച്ച ആളാണ്. മാത്രമല്ല, ദേവന്മാരാലും അസുരന്മാരാലും ഒരുപോലെ വാഴ്ത്തപ്പെട്ട ആളാണ്. മനസ്സിലായില്ലേ? എത്രയോ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതിലും അസുരന്മാർ ജയിക്കും, അപ്പോൾ അസുരന്മാർ ദേവിയെ വാഴ്ത്തും. ദേവന്മാർ ജയിക്കും. ഇപ്പം മഹിഷാസുരനെ കൊന്ന് ദേവന്മാർ വാഴ്ത്തണു. അപ്പോൾ ശത്രുക്കളാലും മിത്രങ്ങളാലും ഒക്കെ ഒരുപോലെ വാഴ്ത്തപ്പെട്ട ആളാണെന്ന് ഞങ്ങൾക്ക് പറയാം. അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതിലധികം ഒന്നും പറയാൻ പറ്റില്ല. എത്രയോ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ചരിത്രം വർണ്ണിച്ചിട്ട് പിന്നെ അസുരന്മാർ വാഴ്ത്തണതും ദേവന്മാർ വാഴ്ത്തണതും വേറെ വേറെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങളുടെ വാക്കുകൾക്ക് അതീതമാണ്. ദേവന്മാരാലും അസുരന്മാരാലും ഒരുപോലെ പുകഴ്ത്തപ്പെടുന്ന ആളാണ് എന്ന് നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വിചാരിക്കാം, അസുരന്മാരിലും ദേവന്മാരിലും മനുഷ്യന്മാരിലും എല്ലാം ഭഗവതിയുടെ അത്ഭുതമായിട്ടുള്ള രൂപം ഞങ്ങളെ കാണുന്നു. അല്ലാതെ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് അതിനെ വിവരിക്കാനോ വീര്യത്തിനെ പറ്റി വർണ്ണിക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നാണ് ഇതിൽ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് എല്ലാത്തിനും അതീതമാണ് ദേവി, പരബ്രഹ്മം തന്നെയാണ്
എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി തന്നെയാണ് ദേവി. കിം വർണ്ണയാമ തവ രൂപമചിന്യമേതത്, രൂപം വർണ്ണിക്കാൻ പറ്റില്ല. കിഞ്ചാതി വീര്യം അസുരക്ഷയകാരി ഭൂരി, വീര്യാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കിം ചാഹവേഷു ചരിതാനി തവാത്ഭുതാനി, എല്ലാ യുദ്ധങ്ങളും വിവരിക്കാൻ പറ്റില്ല, പക്ഷെ അത്ഭുതകരാണെന്ന് പറയാനേ പറ്റുള്ളൂ. സർവേഷു ദേവ്യസുരദേവഗണാർച്ചിതേഷു, അത് മാത്രമല്ല ദേവന്മാരാലും അസുരന്മാരാലും ഒരുപോലെ വാഴ്ത്തപ്പെട്ടവളുമാണ് എന്ന്. ഇനി നമുക്ക് 7 കൂടിയും പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. 7 കൂടിയും ചെയ്യാം. ഹേതു സമസ്ത അല്ലേ 7 ഇപ്പം നമ്മൾ 5, 6, 7. ഹേതു സമസ്ത ജഗതം ത്രിഗുണാഭിദേവേർ നജ്ഞായസേ ഹരഹരാധിപിരപ്യപാരാ സർവാശ്രയാഖിലമിദം ജഗദംശഭൂതമവ്യാകൃതാഹി പരമാ പ്രകൃതിസ്ത്വമാദ്യ. നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം ആദ്യം നോക്കാം. അപ്പം എന്താണ്? ത്വം ആദ്യ പ്രകൃതി, അതായത് ഭഗവതി ആ മൂലപ്രകൃതിയാണ്. അതായത് എന്താ മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിച്ച് കിടക്കുമല്ലോ. നമ്മളിപ്പോൾ ഈ ഇതിൻ്റെ സമയത്ത് പിന്നെന്താ പറയുക, യോഗനിദ്രയുടെ സമയത്ത് നമ്മൾ പറയുമല്ലോ, അതായത് മായയിലത്തെ ഗുണങ്ങളൊക്കെ സമതുലിതാവസ്ഥയിലാണ്. അപ്പോൾ ശാന്തയായിട്ട് ഭഗവാനിൽ മായയും കൂടി ലയിച്ചെടുക്കുക. കാലവും മായയും എല്ലാം ഒന്നുമില്ല, ആ ഒരു സുപ്രീം കോൺഷ്യസ്നെസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ, അതാണല്ലോ. അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയാം, അവിടെ എന്താ വെച്ചാൽ പറയാം, വിഷ്ണുമായ എന്നാണല്ലോ നമ്മൾ ഭഗവതിയെ പറയണത്. അതുകൊണ്ട് വിഷ്ണു മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെ ഭഗവാനിൽ ലയിച്ച് കിടക്കുന്ന 3 ഗുണങ്ങളും സമതുലിതാവസ്ഥയിലുള്ളതിനെയാണ് മൂലപ്രകൃതി, അവ്യാകൃത എന്നൊക്കെ പറയണത് കേട്ടോ. എന്തായാലും മൂലപ്രകൃതി എന്താണ് എന്നാൽ ഈ മൂലപ്രകൃതിയുടെ പ്രാധാന്യം വെച്ചാൽ, ഈ മൂലപ്രകൃതി ഇപ്പോൾ ഭഗവാനിൽ ലയിച്ച് കിടക്കണമെങ്കിൽ പിന്നെ അതും തന്നെയാണ് സമസ്ത ജഗതാം ഹേതു. ഈ മൂലപ്രകൃതിയാണ് സമസ്ത ജഗത്തിനും കാരണം. ത്രിഗുണ അഭി, ത്രിഗുണാത്മകയാണ്. അതായത് സത്വരജസ്തമോ ഗുണങ്ങളുണ്ട് ദേവിയുടെ ഉള്ളിൽ. ആണെങ്കിലും ദേവൈഹി ന ജ്ഞായസേ, ദേവന്മാരാൽ പോലും അറിയപ്പെടുന്നില്ല ദേവിയെ. ദേവന്മാർക്ക് പോലും അറിയില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ദേവിയുടെ ശക്തി അറിയില്ല. കാരണം അവരൊക്കെ മായയിൽ ഇറങ്ങി വന്നവരാണ്. അതായത് ബ്രഹ്മാവ് സത്വഗുണം എടുത്തിട്ട് സൃഷ്ടി, ബ്രഹ്മാവ് രജോ ഗുണം എടുത്ത് സൃഷ്ടി, വിഷ്ണു സത്വഗുണം എടുത്തിട്ട് പാലനം, ശിവൻ തമോ ഗുണം എടുത്തിട്ട് സംഹാരം. അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ദേവന്മാർക്ക് പോലും, പിന്നെ ബാക്കിയുള്ള ദേവന്മാരുടെ കാര്യം പറയാലല്ലോ, അവർക്ക് പോലും ന ജ്ഞായസേ, ദേവന്മാരാൽ പോലും അറിയപ്പെടുന്നില്ല. കാരണം എന്താ കാരണം? അപരാ, ഭഗവതി ലിമിറ്റ്ലെസ്സാണ്, ഉപാധിരഹിതാണ്, ഇൻഫിനിറ്റാണ് എന്ന് പറയാം. ഉപാധിയില്ല, ലിമിറ്റില്ല. സർവാശ്രയ, എല്ലാറ്റിനും ആശ്രയമാണ്. ഈ ജഗത്തിൻ്റെ മുഴുവൻ സബ്സ്ട്രാറ്റം എന്ന് പറയുമല്ലോ. സൂത്രേ മണിഗണ ഇവ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ നൂലില്ലെങ്കിൽ മാലയില്ലല്ലോ. അതുപോലെ എല്ലാറ്റിൽ കൂടെ ഓടുന്നുണ്ട് അല്ലേ? ആ നൂലെല്ലാം മുത്തുക്കൂടെയും പോകുന്നുണ്ടല്ലോ. അതുപോലെ എല്ലാറ്റിലും ദേവിയുണ്ട്. ദേവി കാരണമാണ് ജഗത്തിൽ മുഴുവൻ ദേവി നിറഞ്ഞു നിൽക്കേണ്ട. അതാണ് എല്ലാറ്റിനും ആശ്രയം എന്ന് പറഞ്ഞത്, സബ്സ്ട്രാറ്റം. ഈ സൂത്രേ മണിഗണ ഇവ എന്നുള്ള പോലെ തന്നെ നൂല് ആണല്ലോ അതിൻ്റെ എല്ലാറ്റുകൂടെയും പോകുന്നുണ്ട്. അതുപോലെ അഖിലം ഇത് ജഗത് അംശഭൂതം, ഈ പ്രപഞ്ചം മുഴുവൻ എടുത്താൽ തന്നെ ദേവിയുടെ ഒരു അംശം അത്രയേ ഉള്ളൂ, ഒരു ചെറിയ അംശം. ഈ ഹോൾ ബ്രഹ്മാണ്ടം. പിന്നെയോ അവ്യാകൃത പറഞ്ഞാൽ നിർവികാരം എന്നൊക്കെ പറയാം. അതായത് വികാരഹീനം. എന്താ കാരണം വെച്ചാൽ ഈ 3 ഗുണങ്ങളുണ്ടെങ്കിലും അത് സമതുലിതാവസ്ഥയിലാണ്. അപ്പോൾ ഒന്നും നടക്കില്ല, വെറുതെ ശാന്തമായിട്ടുള്ള പ്രകൃതിയാണ് മൂലപ്രകൃതി. എപ്പോഴാണ് ഭഗവാൻ എനർജി കൊടുക്കുമ്പോൾ, അതായത് മഹാവിഷ്ണു ഒരു ഗ്ലാൻസ് അല്ലെങ്കിൽ ഈക്ഷണം ചെയ്യുമ്പോഴാണല്ലോ ഈ മായയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുല്ലോ ഭാഗവതത്തിൽ. മായയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ട് അത് തൈര് കലക്കുമ്പോൾ
വേർതിരിയുന്ന പോലെ മഹത്തത്വമായി എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ മഹത്വത്താണ് പിന്നെ മഹത്തത്വത്തിൽ നിന്നാണ് പിന്നെ അഹങ്കാരമൊക്കെ ഉണ്ടായത്. അഹങ്കാരത്തിൽ നിന്നാണോ ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായത്. അപ്പോൾ എന്താ വെച്ചാൽ അവ്യാകൃതയാണ്, നിർവികാരമാണ്. പക്ഷേ ഭഗവാന്റെ ആ ശക്തി കിട്ടിയാൽ പിന്നെ നിർവികാരമല്ല, പിന്നെ ഹോൾ ജഗത്ത് ഉണ്ടായി തന്നെ ഈ മൂലപ്രകൃതി എന്നാണ്. മാത്രമല്ല പരമ അൾട്ടിമേറ്റ് സുപ്രീം എന്നും പറയാം. കാരണം പിന്നെ എല്ലാം ഈ ജഗത്തിൻ്റെ മുഴുവൻ ചെയ്യണത് ദേവിയാണ്. വിഷ്ണു മായ അല്ലെങ്കിൽ മായ പലതരത്തിൽ പറഞ്ഞിട്ടില്ല. അതായത് ദേവൈഹി എന്ന ന്യായസെ പറഞ്ഞില്ലേ. എന്നാൽ അതായത് ഇനി വേറൊന്നുണ്ട് കേട്ടോ. ഈ വേറൊരു വേർഷനിൽ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ പുസ്തകത്തിൽ ദോഷൈഹി എന്ന ജ്ഞായസേ എന്നാണ് പറഞ്ഞിരുന്നത്. ദേവൈഹി എന്ന ജ്ഞായസേ എന്നല്ല, ദോഷൈഹി എന്ന ജ്ഞായസേ എന്നാണ്. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പറയാം. എന്താ അറിയോ, ത്രിഗുണാത്മികയാണെച്ചാലും രാഗാദി കാമക്രോധ ലോഭമോദമഹമാശ്ചര്യങ്ങളൊന്നും ദേവിയെ പിന്നെ ദേവിക്ക് അല്ലെങ്കിൽ ദേവിയെ വിഷയീകരിക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ ദേവി അതിനൊക്കെ എബവ് ആണെന്ന്. ത്രിഗുണാത്മികയാണെങ്കിൽ പോലും എന്താ ദോഷൈഹി എന്ന ജ്ഞായസേന്ന്, ദോഷം അറിയില്ല മീൻസ് എന്താ, ത്രിഗുണാത്മികയാണെങ്കിലും ദേവിയെ കാമക്രോധ ലോഭമത മോഹം ആശ്ചര്യങ്ങളൊന്നും ദേവിയെ തൊടില്ല. ദേവി അതിനതീതയാണ്, രാഗദ്വേഷരഹിതയാണ് എന്ന് അങ്ങനെ ആ ഒരു വേർഷൻ എടുക്കാച്ചാലും. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന വേർഷനിൽ ദേവൈഹി എന്ന ജ്ഞായസേ എന്നാണ്. ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല എന്ന്. അതായത് മായയുടെ ഉള്ളിലാണോ അവരൊക്കെ, അപ്പോൾ അവർക്ക് പോലും അറിയാൻ കഴിയില്ല എന്ന്. പിന്നെ അവ്യാകൃത എന്നുള്ളതിന് നിർവികാരം എന്നുള്ള ഒരു അർത്ഥം ഉണ്ടെങ്കിലും ഈ മൂലപ്രകൃതി തന്നെയാണ് അവ്യാകൃത പറയണേ. അതായത് സത്വരജസ്തമോ ഗുണങ്ങൾ സമനിലയിലായിട്ട് ശാന്തമായിരിക്കുന്ന പിന്നെ ഒരു രൂപം ഒന്നും എടുക്കാത്ത ആ അവ്യാകൃത വികാരരഹിതം ആയിട്ടുള്ളതിനാണ്. 6 തരം വികാരങ്ങളൊന്നും ഇല്ലാത്തവളെയാണ് പറയണത് കേട്ടോ അവ്യാകൃത എന്ന്. മാത്രമല്ല ദേവി പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ നായികയാണ്. അവധി ലിമിറ്റ്ലെസ് പറഞ്ഞില്ലേ, അവധിയില്ല, ആദ്യന്തമില്ലാത്തവളാണ്, അനാദി എന്നൊക്കെ പറയും. അതായത് ഈ നമ്മുടെ ആദ്യത്തെ ജീവന് പോലും ജീവഭാവം നൽകുന്നത് ഈ ദേവിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പറയാം, ഈ ബ്രഹ്മരൂപിയായിട്ട് ബ്രഹ്മസ്വരൂപിണിയായിട്ട് സൃഷ്ടിക്കുന്നു ദേവി, വിഷ്ണുസ്വരൂപിണിയായിട്ട് വിഷ്ണുമായായിട്ട് പാലനം ചെയ്യണു, പിന്നെയോ ശിവസ്വരൂപിണിയായിട്ട് സംഹാരം ചെയ്യണു, അങ്ങനെ പറയാം. സൃഷ്ടിക്ക് മുമ്പ് അവ്യാകൃതയാണ്, പക്ഷെ അങ്ങനെയാണ്, ഒന്നും ചെയ്യാതിരിക്കണം. അതിന് നമുക്ക് ചിലർക്ക് പ്രധാനം എന്നൊക്കെ പറയേണ്ട ഭാഗവതത്തിൽ. വേദാന്തികളൊക്കെ എന്താ പറയുക, പലതരത്തിലും ഈ മൂലപ്രകൃതി പറയും, അല്ലെങ്കിൽ പിന്നെ മായയെ പലതരത്തിലും പറയും. എന്താ പറയുക, വെറും മായ പറയും, ചിലർ അവിദ്യ പറയും, ചിലർ ശിവശക്തി പറയും, ചിലർ വിഷ്ണുമായ പറയും, ചിലർ മഹാമായ പറയും, അല്ലേ, ആദിശക്തി, അങ്ങനെ പല പേരുമുണ്ട്. പക്ഷെ ഒക്കെ ഒന്ന് തന്നെയാണ്, ഈ ജഗത്തിൻ്റെ മൂലകാരണമാണ് എന്നാണ് പറയുന്നത്. ദേവന്മാർക്ക് പോലും ദേവി പരിപൂർണയാണ്. അതുകൊണ്ടാണ് ഈ ദേവി ഈ മായയുടെ ഉള്ളിലത്തെ ആ ഗുണങ്ങൾ ദേവി ബാധിക്കുന്നില്ല. അതേസമയം ബ്രഹ്മാവിനൊക്കെ ചിലപ്പോൾ മായയുടെ, വിഷ്ണുവിനില്ല കേട്ടോ, കാരണം സത്വഗുണമാണല്ലോ. പക്ഷേ ബ്രഹ്മാവിനും ശിവനൊക്കെ ചിലപ്പോൾ മായയുടെ ഒരു ചെറിയ ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ദേവന്മാർക്ക് പോലും പരിപൂർണയായതുകൊണ്ട് ദേവിയെ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ വേറൊരു കാരണം, ദേവി കാരണമാണ് ഈ ജഗത്ത്. ഭഗവാനെ സൃഷ്ടിക്കണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ മഹാവിഷ്ണു അങ്ങനെയാണല്ലോ ഇതിലും പറയണത്, വിഷ്ണുമായ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിലും, അതായത് ലീല നടത്തണമെന്ന് തോന്നുമ്പോൾ വെറുതെ ഭഗവാൻ ഒന്ന് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന, ലയിച്ചു കിടക്കുന്ന മായ ഒന്ന് ഈക്ഷണം ചെയ്യാണ്. പിന്നെ സകലതും ദേവിയാണ്. അപ്പം നമുക്ക് ദേവിയെ ആശ്രയിക്കാതെ നമുക്ക് ഒരിക്കലും മായയ്ക്ക് അതീതമായിട്ട് പോയിട്ട് പരമാത്മ ഐക്യം സാധ്യമല്ല. കാരണം മുഴുവൻ ദേവിയാണ്, ഈ ജഗത്തിൻ്റെ എല്ലാ ദേവിയാണ്, സബ്സ്ട്രാറ്റാണ്.
അപ്പം പിന്നെ നമുക്ക് ദേവിയെ ആശ്രയിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് വായിച്ചപ്പോൾ നിർത്താം. 7-ാമത്തെ ഹേതു സമസ്ത ജഗതം ത്രിഗുണാഭിദേവൈർനജ്ഞായസേ ഹരഹരാധിവിരപ്യപാരാ സർവാശ്ചയാഖിലമിദം ജഗദംശഭൂതമവ്യാകൃത ഹി പരമാ പ്രകൃതിസ്ത്വമാദ്യ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീദുർഗായൈ നമഃ.